ഹായ് ഓൾ. നെഗറ്റീവ് ചിന്ത നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാക്കുമെന്ന് ഒരു പരിധി വരെ നമുക്കറിയാമല്ലേ. എന്നിരുന്നാലും ആ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുക പലർക്കും അത്ര എളുപ്പമല്ല. നെഗറ്റീവ് തീരെ ചിന്തിക്കരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യനെ മോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, പോസിറ്റീവും നെഗറ്റീവും ചിന്തകൾ കൊണ്ട്. പക്ഷേ പാസ്റ്റിൽ തന്നെ ബ്ലോക്കായി കിടന്ന് പിന്നെയും ഡിപ്രസ്ഡ് ആവാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് കൈവിട്ടു പോകും എന്നതൊഴിച്ച് വേറെ പ്രയോജനമൊന്നുമില്ല. അത് നമ്മുടെ ഹെൽത്തിനെയും കരിയറിനെയും റിലേഷൻഷിപ്സിനെയും ഒക്കെ ബാധിക്കും. നെഗറ്റീവ് തോട്ട്സ് ഓവർകം ചെയ്യാൻ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. നെഗറ്റീവ് തോട്ട്സ് കടന്നു വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ക്യാൻസൽ എന്ന് എന്നോട് തന്നെ പറയും. അപ്പോൾ നമ്മളൊരു ചിന്തയിൽ നിന്ന് കാട് കയറിപ്പോകുന്നതിൽ നിന്ന് നമ്മളത് ബ്ലോക്ക് ചെയ്യും. ഇത് പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ നിയമം അനുസരിച്ച് നമ്മൾ എന്തിനെക്കുറിച്ചാണോ റിപ്പീറ്റഡ്ലി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്, നമ്മൾ അതേ അവസ്ഥ നമ്മുടെ ലൈഫിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം ദൈവം എന്തിനെത്ര ദുഃഖങ്ങൾ തന്നു, എൻ്റെ ഒരു കാര്യവും നല്ലതുപോലെ നടക്കാറില്ല എന്നൊക്കെ. അവരുടെ ലൈഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ പിന്നെയും ഇതേ അവസ്ഥ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈഫിൽ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ഇങ്ങനെയുള്ളവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ലൈഫിലെ പ്രോബ്ലംസ് ഓർത്ത് ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് തീരെ ചിലവില്ലാത്ത ഒരു ദോഷവും ഉണ്ടാക്കാത്ത കാര്യമാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അതെത്ര ചെറുതായിക്കോട്ടെ അതിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ളവരായിരിക്കുക. യൂണിവേഴ്സിനോട് നമ്മൾ എപ്പോഴും നന്ദി പറയുക. ഒന്ന് നേരം വെളുത്ത് എഴുന്നേൽക്കണ നേരത്ത് ആ ദിവസത്തിന് നന്ദി പറയുക. എനിക്ക് ഈ ദിവസം തന്നതിന് നന്ദി യൂണിവേഴ്സ്, നന്ദി പ്രപഞ്ചമേ. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ, ആ ദൈവത്തെ വിളിച്ചൊന്ന് നന്ദി പറയുക. നമുക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള ബ്ലെസ്സിങ്സിന് നന്ദി പറയാതെ നമുക്കില്ലാത്തത് മാത്രം നമ്മൾ യൂണിവേഴ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കില്ല. അല്ലെങ്കിൽ അതിന് ഒരുപാട് കാലതാമസം എടുക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് ടൈമായിരിക്കുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, പണക്കാർ എന്നും പണക്കാരായിരിക്കുന്നു, പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവർ. ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾക്കൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലൈഫ് സ്റ്റൈല് അച്ചീവ് ചെയ്യാൻ ഒരുപാട് എഫേർട്ട് ഇടുകയും അതിന് യൂണിവേഴ്സ് നമുക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ സംസാരിക്കുമ്പോൾ ഇല്ല എനിക്കിതില്ല എന്ന് പറയുന്നതിന് പകരം അതൊന്ന് കുറച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കൊരു വിസിബിളായിട്ടുള്ള ചേഞ്ച് ഗ്രാജ്വലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല എന്ന് പറയും തോറും ആ ഇല്ലായ്മയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാലറി കിട്ടുമ്പോഴേക്കും വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു, ആ കാശ് അങ്ങനെ പോയി എന്നൊക്കെ. അതിന് പകരം ഒന്ന് ചിന്തിച്ച് നോക്കൂ, ആ സാലറി കിട്ടി ആ ക്യാഷ് കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാര്യം സ്മൂത്തായിട്ട് നടന്നില്ലേ. അങ്ങനെ എല്ലാത്തിനും ഒന്ന് പോസിറ്റീവായിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലുണ്ടാകും. എനിക്കറിയാം, ഇതൊന്നും അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ഇടുന്ന പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാനും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരുപാട് നമ്മൾ ഹാപ്പിയാവും. നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പിയാവും. അതുപോലെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ക്യാൻസൽ അടിച്ച് വിടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കാട് കയറി കൂടുതൽ നെഗറ്റീവ്സിലോട്ട് പോവില്ല. അതുപോലെ എല്ലാത്തിനെയും അങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കൂ. പതുക്കെ മതി. ഒറ്റയടിക്ക് നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡിനെ, അല്ലെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പോസിറ്റീവ് ചിന്തിക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മൾ ഒരു കുഞ്ഞു സ്റ്റെപ്പ് ഇട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്.